ഇത് ബേസിക് സ്റ്റിച്ചസ് അറിയുന്ന ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബണ്ണിയാണ് കേട്ടോ. ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലഫി ആയിട്ടുള്ള യാണാണ്, ഒരു ചപ്പി ആയിട്ടുള്ള ബണ്ണിയാണ് കേട്ടോ. നല്ല സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ആവശ്യമുള്ളവർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, കാണാം. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോയിലൊക്കെ എടുക്കാം. മാജിക് റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് മാജിക് റിംഗ് ചെയ്യാം. ഓക്കെ, ഇനി 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, 6 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. നമുക്ക് മാജിക് റിംഗ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ എനിക്ക് മാജിക് റിംഗ് ഒട്ടും ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഈ ആണ് വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്? ഭയങ്കര ഡിഫിക്കൽട്ട്. ഞാൻ വിചാരിച്ചത് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കുമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും മാജിക് റിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതായത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം കേട്ടോ. 1 ഇതേപോലെ മറ്റുള്ള 6 സ്റ്റിച്ചിലും ഒരേ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 12 സ്റ്റിച്ച് ഉണ്ട്. ഇനി അടുത്ത റൗണ്ട് എന്താണെന്ന് വെച്ചാൽ 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അതായത് ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് 1 സിംഗിൾ ക്രോഷേ. ഇതാണ് നമ്മുടെ ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ്. ശരിക്കും എനിക്ക് സ്റ്റിച്ചൊന്നും കാണുന്നേ ഇല്ല കേട്ടോ. ഈ ആണ് വെച്ച് ചെയ്യൽ ഭയങ്കര സിമ്പിളായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഇതിൽ ഇൻക്രീസ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഇതേപോലെ ഈ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. അതായത് ഫസ്റ്റത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യുക. 1 2. മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് മാർക്കർ വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത 5 to 7 റൗണ്ട് വരെ സിംഗിൾ ക്രോഷേ മാത്രം. 5 6 7 ഈ 3 റൗണ്ടും എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം കേട്ടോ. 1 2 അതെ, ഞാൻ 3 റൗണ്ട് സിംഗിൾ ക്രോഷേ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് തന്നെ കേട്ടോ വീണ്ടും ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. മൂന്നാമത്തെ റൗണ്ടിൽ ഇൻക്രീസ്. ഓക്കെ, സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഓക്കെ, ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് കറക്റ്റ് ശ്രദ്ധിച്ച് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഫസ്റ്റ് 9 സിംഗിൾ ക്രോഷേ ചെയ്യാം. അതായത് ആദ്യത്തെ ഒരു 9 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. 2 3 സ്റ്റിച്ച് മാർക്കർ വെക്കാം. 4 5 6 7 8 9. ഓക്കെ,
9 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഒരു സ്റ്റിച്ചിൽ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹുക്കിലൊരു പ്രാവശ്യം യാണ് ചുറ്റിയിട്ട് ഇതിൽ ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഹുക്കിലൊരു പ്രാവശ്യം കൂടി യാണ് ചുറ്റിയിട്ട് വീണ്ടും ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ എടുക്കുക. ഓക്കെ, ഇതേപോലെ 5 പ്രാവശ്യം സെയിം സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം കേട്ടോ. 2 3 4 5. ഓക്കെ, 5 പ്രാവശ്യം സെയിം സ്റ്റിച്ചിൽ തന്നെ ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റിച്ചൊന്ന് പൊന്തിച്ചിട്ട് 1 2 3 4 5 ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ പോപ്കോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഒരു 13 സ്റ്റിച്ച് ചെയ്യണം. അതായത് ഇതാണ് ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു പോപ്കോൺ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ ഇനി സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ ഒരു 13 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. 1 2 3 13 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ചിലും ഇത് നേരത്തെ ചെയ്തപ്പോൾ തന്നെ ചെയ്യാം കേട്ടോ. അതായത് 5 ഡബിൾ ക്രോഷേ ഒരേ സ്റ്റിച്ചിൽ ചെയ്യാം കേട്ടോ. 1 2 5. ഓക്കെ, എന്നിട്ട് എല്ലാം ഹുക്ക് വിളന്നെടുത്തിട്ട് 1 2 3 4 5 ഈ റൗണ്ടിൽ വെച്ചതിന് ശേഷം ഇതേപോലെ എടുക്കുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ, തെറ്റിയല്ലോ. കാരണം ഇവിടെ ലാസ്റ്റ് ശരിക്കും 8 സ്റ്റിച്ച് കിട്ടണം. എനിക്ക് 5 കിട്ടിയുള്ളൂ. 2 ഞാൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ആദ്യം അത് പോയി തപ്പാം. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത ടൈമിൽ ഒരു സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിൽ പെട്ടാണ്. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ശരിക്കും ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്, അതിലാണ് ഇടേണ്ടത്. ഞാൻ ആ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് മറ്റേ സ്റ്റിച്ചിൽ കൊണ്ടുപോയിട്ടത്. ഓക്കെ, 13 സ്റ്റിച്ച് ചെയ്യാം. 2 3 ചേട്ടാ, അപ്പോൾ ശരിയായിട്ടോ. അപ്പോൾ കറക്റ്റ് 8 സിംഗിൾ ക്രോഷേ കിട്ടിയിട്ടോ. നേരത്തെ ഇത് വലിയ സ്റ്റിച്ച് ആയത് കാരണം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് ഹുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറക്റ്റായേ. ഓക്കെ, ഇനിയുള്ള റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്റ്റിച്ച്, അതായത് ഇനിയുള്ള 2 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയുള്ള 2 സ്റ്റിച്ചിലും, അതായത് ഓരോ റൗണ്ടിലും ഓരോ സ്റ്റിച്ച് വീതം ചെയ്യാം കേട്ടോ. ഇപ്പോൾ ടോട്ടൽ 32 സിംഗിൾ ക്രോഷേ ഉണ്ട് കേട്ടോ. ഇനി ചെയ്യാനുള്ളത്, അതായത് 12ാമത്തെ ലെവലിൽ ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളത് പോപ്കോൺ സ്റ്റിച്ചാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം. ഒരേ സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, ഏകദേശം 5ാമത്തെ ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് 1 2 3 4 5ാമത്തെ സ്റ്റിച്ചിൽ ഇതേപോലെ ഇട്ടതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ,
ഇനി ഒരു 11 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, 11 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി 12ാമത്തെ സ്റ്റിച്ചിൽ പോപ്കോൺ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഒരു 7 സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 7 സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇവിടെ പോപ്കോൺ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഒരു 11 സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ആണ് ചെയ്യാനുള്ളത്. നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ചെയ്യാം. 1 2 സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി ഡിക്രീസ് ചെയ്യാം. ഇതേപോലെ ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള റൗണ്ട് എന്താണെന്ന് വെച്ചാൽ 1 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ആണ്. അതായത് നേരത്തെ പോലെ തന്നെ ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ഡിക്രീസ്, പിന്നെ അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, അത് കഴിഞ്ഞിട്ട് ഡിക്രീസ്, അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അതെ, ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം അങ്ങനെയാണ് കുറേശ്ശെ ഫൈബർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ആറാമത്തെയും 7ാമത്തെയും സ്റ്റിച്ചിൻ്റെ ഇടയിലായിട്ടാണ് ഐസ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും സെൻട്രലായിട്ട് ഐസ് വെച്ച് കൊടുക്കാം. 1 2 3 ഒരു 3 സ്റ്റിച്ച് ഇങ്ങോട്ടും വിടാം. ഞാനൊരു 8 മൊമെൻ്റ് ഐസായിട്ട് വെക്കുന്നത്. ഗ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെ ഐസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാട്ടും കൂടി സ്റ്റിച്ച് ചെയ്യാവേ. റൗണ്ടിൽ നമുക്ക് 8 ഡിക്രീസ് ആണ് ചെയ്യാനുള്ളത്. നമുക്കിനി 8 ഡിക്രീസ് ചെയ്യാം. One 2 ഓക്കെ, സ്റ്റിച്ച് മാർക്ക് വെക്കണം. ഇപ്പം ഞാൻ 8 ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചാണ് കട്ട് ചെയ്യാം. ഇനി എല്ലാ സിംഗിൾ ക്രോഷ്യൻ്റെയും ഫസ്റ്റത്തെ ലൂപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട് ലൂപ്പ്, അതിലൂടെ ഇതേപോലെ ഇതിലൊന്ന് കൊണ്ടുവരാം. ക്ലോസ് ചെയ്യാം കേട്ടോ. ഇത് ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് ഈ യാണൊന്ന് ഹൈഡ് ചെയ്യാം. നമുക്ക് ഇയേഴ്സ് തന്നെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള 5 ചെയിനിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി 1 ചെയിൻ ചെയ്യാം. എന്നിട്ട് വർക്ക് ഒന്ന് ടേൺ ചെയ്യാം. ഇനി ഇങ്ങോട്ട് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇങ്ങോട്ട് 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു സ്റ്റിച്ചിലായിട്ട് നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ, അതായത് സെയിം സ്റ്റിച്ചിൽ ചെയ്യണം.
1 2 3. ഓക്കെ, 3 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ടും ഇതേപോലെ തന്നെ സെയിം സിംഗിൾ ക്രോഷേ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ഇയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ 2 ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഞാനൊന്ന് കട്ട് ചെയ്യാം. ഇനിയും നീറ്റിലൊന്ന് കോർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ഇയറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് പിടിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് നന്നായിട്ട് തുന്നി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഇതിൻ്റെ ഹെഡായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അത് ഒന്ന് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്മോൾ സൈസുള്ള ഹുക്ക് എടുത്തിട്ട് ഇതേപോലെ ഹൈഡ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നീറ്റിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്യാം. എന്നൊന്നുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഈ വശത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നോസോട് ഒന്ന് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നോസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഐസിൻ്റെ താഴെ ഇതേപോലെ ഒരു പിങ്ക് ത്രെഡ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഫൈനലി ബണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ട്യൂട്ടോറിയൽസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.